വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് വളരെ കളർഫുൾ ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ച കപ്പങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പങ്ങ എടുത്തിട്ടുണ്ട്, ഏകദേശം 1/2 കിലോ വരും. ഇതിൻ്റെ തൊലിയും കുരുവും ഒക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ചെറിയ സ്ക്വയർ പീസുകളാക്കിയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കപ്പങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഏകദേശം 2 മുതൽ 3 മിനിറ്റ് വരെ സമയം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ കപ്പങ്ങ ഒരു പകുതി വേവ് ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കപ്പങ്ങ ഒന്ന് പകുതി വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കത് സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര ഞാൻ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കിലോ കപ്പങ്ങയ്ക്ക് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ഒരു അളവ് മധുരം ഇതിന് കറക്റ്റ് പാകമാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയ്ക്ക് ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ പഞ്ചസാരയ്ക്ക് ഒന്ന് അലിഞ്ഞ് ചെറുതായിട്ട് തിള വരാൻ തുടങ്ങുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പകുതി വേവിച്ച് വെച്ചിട്ടുള്ള കപ്പങ്ങ ചേർത്ത് കൊടുക്കാം. ഈ കപ്പങ്ങ ബാക്കി വേവുന്നത് ഈ ഷുഗർ സിറപ്പിൽ കിടന്നിട്ടാണ്. അപ്പൊ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോഴത്തെ കപ്പങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ ഷുഗർ സിറപ്പ് ഒരു നൂൽ പരുവത്തിലുള്ള പാകമാവണം. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് എത്ര കളറാണോ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കേണ്ടത് അത്രയും പോർഷൻസ് ആയിട്ട് നമുക്ക് ഈ കപ്പങ്ങയിൽ നിന്ന് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ഒരു പോർഷനിലേക്ക് 2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുമ്പോൾ മഞ്ഞ, പച്ച, ചുവപ്പ്, ഓറഞ്ച് ഇങ്ങനത്തെ കളേഴ്സാണ് മെയിനായിട്ട് നമ്മൾ ആഡ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ കളേഴ്സ് ഉണ്ടോ അതൊക്കെ ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കളർ ചേർക്കേണ്ട ആവശ്യമില്ല. 1 അല്ലെങ്കിൽ 2 ഡ്രോപ്പ് മതിയാവും നമുക്ക് ഫുഡ് കളർ. നമ്മുടെ ഫുഡ് കളറിന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രത്തോളം കളർ വേണം എന്നുള്ളത്. നല്ല ക്വാളിറ്റി ഫുഡ് കളർ സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മളിത് കഴിക്കാനുള്ളതാണല്ലോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നൊരു ഐറ്റമാണ് ടൂട്ടി ഫ്രൂട്ടി എന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കണം എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നല്ല ക്വാളിറ്റി ഫുഡ് കളർ തന്നെ വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പൊ ഞാനിവിടെ 4 കളറിലാണ് ടൂട്ടി ഫ്രൂട്ടി സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഏകദേശം 10 മുതൽ 12 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഈ കളറൊക്കെ കപ്പങ്ങയിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം. അഗെയിൻ അത് കളറിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടിരിക്കും എത്രത്തോളം സമയം വേണമെന്നുള്ളത്. ഇനി നമുക്ക് ഓരോ കളറായിട്ട് ഒരു കിച്ചൺ ടിഷ്യൂ പേപ്പറിൽ നമുക്കൊന്ന് നിരത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള എക്സസ് ആയിട്ടുള്ള ജലാംശമൊക്കെ ഒന്ന് നമുക്ക് ഒപ്പിയെടുക്കണം. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒപ്പിയെടുത്താൽ മാത്രം മതി. തുണി എടുക്കേണ്ട ആവശ്യമില്ല, ടിഷ്യൂ പേപ്പർ മതിയാവും. കാരണം തുണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് കളറൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടിഷ്യൂ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം നന്നായിട്ട് ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാം. അങ്ങനെ നമുക്ക് എല്ലാ കളറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ജലാംശം അല്പം പോലും പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പൊ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ കളറിൽ നിന്നും ഏകദേശം 1-2 സ്പൂൺ വീതം നമ്മളൊരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വേറെ കെമിക്കൽസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, ആകെ ഫുഡ് കളർ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അക്കാര്യത്തിലൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പൊ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് തയ്യാറാക്കാൻ പറ്റിയ കേക്ക്, അതേപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി കൊണ്ട് ചേർക്കുന്ന റസ്ക്, ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാനിവിടെ ഐകാർഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.